മോർണിംഗ്. പ്രമോദ് പെരുന്നോണ്ണയാണ്. മേജർ രവിയുടെ ഒരു വീഡിയോ ഉണ്ട്. അതായത് മോഹൻലാലിൻ്റെ മകൾക്ക് വിസ്മയ മോഹൻലാലിന് ഒന്നും അറിയില്ല, പിന്നെ നായക്കുട്ടികളെ അഡോപ്റ്റ് ചെയ്തിട്ട് വളർത്താനൊക്കെ കഴിയൂ എന്ന് വളരെ മോശമായിട്ട് എന്താ നിങ്ങളൊക്കെ മനുഷ്യരെ പറ്റി മനസ്സിലായിക്കണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ഇന്ത്യൻ വോട്ടവകാശം ഉണ്ട് ഇവിടെ. അവൻ്റെ മനസ്സിൽ തോന്നിയതും അവന് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങളും പുറത്തേക്ക് പറയും. അത് ഇപ്പം അതിനുള്ള സോഴ്സ് ഉണ്ട്. ഫേസ്ബുക്ക്, വാട്സപ്പ്, അങ്ങനെ പല മേഖലകളുണ്ട്. ഞാനൊക്കെ അതേ ഉണ്ടാവാറുണ്ട്. പിന്നെ എന്നെ രാജ്യദ്രോഹിയാക്കണ്ട, കാരണം എൻ്റെ ഫാദർ യുദ്ധത്തിൽ മരിച്ചതാണ്. 2ാമത്തെ കേസ് രാഷ്ട്രപതി അവാർഡ് കിട്ടിയ ആളാണ്. അപ്പോൾ എന്നെ മേജർ രവി കൂട്ടരും രാജ്യദ്രോഹിയാക്കാൻ കണ്ട. അതാദ്യമാണ് പറഞ്ഞുതരാം. അപ്പം മേജർ രവിയോട് എന്താ പറയാനുള്ളത് അറിയോ? ഞാൻ പട്ടാമ്പി കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ചേർന്നു. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞെന്താ വെച്ചാൽ കുട്ടികൾ പ്രായം കൂടിയ ആളുകളാണ് അവിടെ, കുട്ടികളൊന്നല്ല. കുട്ടികൾക്കൊന്നല്ലടോ. ഇപ്പം എൻ്റെ മകൻ നീറ്റ് എക്സാമിന് പരീക്ഷ എഴുതി. അപ്പം എൻ്റെ മകന് ഇത്തരത്തിലുള്ളൊരു വിഷയം വന്നാൽ ഞാനും സമരത്തിലിറങ്ങും. എനിക്കിപ്പോൾ അതിനുള്ള സാഹചര്യം അല്ലായിട്ടാ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡൽഹിയിൽ സമരത്തിനുണ്ടായിരിക്കും. ഒരു തർക്കമില്ല. കാരണം എവിടെയാണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടന തന്ന കുറേ ആനുകൂല്യങ്ങളുണ്ട്. അതിലൊന്നാണ് സാർവത്രികമായ വിദ്യാഭ്യാസം. അതിൽ അഴിമതി പാടില്ല. അത് BJP ഗവൺമെൻറ്റിൻ്റെ തന്താരുണ്ടാക്കിയതല്ല. അത് 1956 ഭരണഘടന പറഞ്ഞതാണ്. അത് നെഹ്റു ഉണ്ടാക്കിയതാണ്. മനസ്സിലാക്കിയോ? അപ്പോൾ അതിൽ താങ്കൾ പറഞ്ഞത് അവിടെ വയസ്സന്മാരാണ്, കുട്ടികളല്ല. ഞാൻ പട്ടാമ്പി കോളേജിൽ ഫസ്റ്റ് ഇയറിന് ചേർന്നപ്പോൾ അവിടെ തോളിലൊരു സഞ്ചിയും ഒരു ജുബ്ബി, ഒരു ലാംബ്രഡ സ്കൂട്ടറിൽ ഒരു ഒറ്റമുണ്ട് കൊടുത്തിട്ട് ഒരാൾ വന്നിരുന്നു. ഞാൻ കാണുമ്പോൾ തന്നെ, ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ പ്രായം എത്രയാണ് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ഇയാളൊക്കെ അന്ന് തന്നെ ഒരു 10-30 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ എന്തായാലും 25ൻ്റെ മുകളിൽ. കാരണം നമ്മൾ ആ ചെറുപ്പത്തിന് കണക്കൂട്ടുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു വയസ്സായ ഒരാൾ. അയാളെ പേര് പട്ടാമ്പി കണ്ണെന്നായിരുന്നു. അത് താങ്കളുടെ അനിയനാണ് എന്നാണ് ഞങ്ങളെയൊക്കെ വെപ്പിട്ടോ, അറിയില്ല. അപ്പം അന്ന് നിങ്ങൾ പട്ടാളത്തിലായിരിക്കും എന്ന് തോന്നുന്നു. കാരണം അപ്പം നിങ്ങളെ അനിയനെ ഉപദേശിക്കേണ്ടതായിരുന്നില്ല ഈ പ്രായത്തിൽ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ മകള് നീറ്റ് എക്സാമിനുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കില്ലേ? നിങ്ങൾ ബാക്കിയുള്ളതിനൊക്കെ പ്രതികരിക്കുന്നുണ്ടല്ലോ. ലോകത്തെ എത്രയൊക്കെ ആളുകളെ പാകിസ്ഥാനികളെ വെടിവെച്ചു. പച്ച നോണയാണ്. നിങ്ങൾക്കൊന്നും അതിനുള്ള ധൈര്യമില്ല. നിങ്ങൾ ഒരാളെ പോലും വെടിവെച്ച് വന്നിട്ടില്ല. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. നിങ്ങൾ ആ സമയത്ത് ലീവ് എടുത്തിട്ട് വീട്ടിലിരുന്നിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അച്ഛന് സുഖമല്ല, അമ്മയ്ക്ക് സുഖമല്ല പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് വീട്ടിലിരുന്നിട്ടുണ്ടാവും. കാരണം എന്താണെങ്കിൽ ഞാൻ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ടൈഗർ എന്നാണ് ആ സിംഗിനെ വിളിക്കുന്നത്, ടൈഗർ സിംഗ്. ഞാൻ പറഞ്ഞത് പട്ടാളക്കാർ ഇതിലുണ്ടാവുമല്ലോ, ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. അവർ എത്ര എൻ്റെ റിസോർട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ഈ ടൈഗർ സിംഗ് ഡൽഹിയിൽ നിന്ന് കല്യാണം കഴിക്കാത്ത ആളാണ്. അയാൾ ഈ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്ത് കല്യാണം കഴിക്കാൻ മറന്നുപോയൊരു വ്യക്തിയാണ്. അപ്പോൾ അയാൾക്ക് കാലിന് പരിക്ക് പറ്റിയിട്ട് പോലും അയാൾ കാർഗിൽ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞതല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഇവരെല്ലാവരും കൂടി ഈ ടൈഗർ സിംഗ് അടക്കം എൻ്റെ റിസോർട്ടിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യം. അങ്ങനെയല്ല പട്ടാളക്കാരുണ്ട്. പക്ഷെ താങ്കളൊന്നും അതിൻ്റെ കൂട്ടാൻ കഴിയില്ല. തനി സംഖ്യയാണ്. എന്നിട്ട് ഒരു 3-4 സിനിമകൾ പട്ടാളക്കാരെ വെച്ചെടുത്തിട്ട് ഇപ്പം ഇങ്ങനെ ഘോര അതൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഏതാൾക്കും പറ്റും. ഇപ്പോൾ യൂസഫ് അലിക്ക് 10 പട്ടാളക്കാരെ വെച്ചിട്ട് പടം എടുത്തുകൂടെ? പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും. അത് നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് കൊടുക്കുക. എന്നിട്ട് പട്ടാളത്തിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ കൊണ്ടുവന്ന് TV ചാനലിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്തിട്ട് മഹാനായ ആളാണ് താങ്കൾ. അല്ലാതെ ഒരു മേജർക്കൊന്നും ഇവിടെ ഏറി വന്ന ഒരു 13 കുപ്പി കോട്ട കിട്ടും, അത്രയേ ഉള്ളൂ. അല്ല ഒരു ECHSൻ്റെ
മെഡിക്കൽ അലവൻസ് കിട്ടും. അത്രയേ ഉള്ളൂ ഒരു പട്ടാളക്കാരൻ. ഇന്ത്യക്കാരെ നോക്കുമ്പോൾ അത് ഇത്രയും പട്ടാളക്കാരെ ഇതാക്കിയിട്ടല്ല പറയണത്, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. കാരണം എൻ്റെ ഫാദർ യുദ്ധത്തിൽ മരിച്ചിട്ട് ഒരു 5 പൈസ കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടില്ല. പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു ആനുകൂല്യം കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടുണ്ടോ? 1971 മരിച്ചതാ. നിങ്ങൾ മേജർ രവി പിന്നെ ആൺകുട്ടിയാണെങ്കിൽ വന്ന് സംസാരിക്കുക എന്നോട്. ഞാൻ പാലക്കാട് അപ്പോൾ താമസം. നിങ്ങൾ വന്ന് സംസാരിക്കുക. എന്താണ് നിങ്ങൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ 12 വർഷമായി, നിങ്ങൾ ഈ 12 വർഷം കൊണ്ട് എന്ത് തന്നു? കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ജവാന്മാരുടെ ആശ്രിതർക്കല്ലാതെ അതിൻ്റെ മുമ്പ് ശ്രീലങ്കയിലും പാകിസ്ഥാനിലും പിന്നെ ചൈന വാറിലൊക്കെ ബോംബ് പൊട്ടിയിട്ടും വെടികൊണ്ട് മരിച്ച ജവാന്മാർക്ക് നിങ്ങൾ എന്ത് നൽകി? കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് നൽകിയോ? കേന്ദ്രത്തിൽ ഭരിച്ച 12 വർഷം ഭരിച്ച മോഡി ഗവൺമെൻറ് നൽകിയോ? വേണ്ട. ഈ വീട്ടുകാരെങ്കിലും നിങ്ങൾ BJPയുടെ നേതാവാണല്ലോ, ഒന്ന് പോയി കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ മരിച്ച ഇത്രയും കേരളത്തിൽ മരിച്ച പട്ടാളക്കാരുണ്ട്. അവരെ വീട്ടിൽ ഈ മേജർ രവി പോയി ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടുണ്ടോ? എന്നിട്ടൊക്കെ വർത്താനം പറയും. ആദ്യം നിങ്ങളെ കാലിൻ്റെ ഒട്ടിലെ മണ്ണ് ഇളകി പോവാതെ നോക്ക്. വിസ്മയുടെ അഭിപ്രായങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ ആ കുട്ടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരുത്തുകയാണെങ്കിൽ ആ അഭിപ്രായം ഉണ്ടാവും. അതൊക്കെ നാട്ടുകടപ്പാണ്. ഇപ്പം നിങ്ങളെ അമ്മയുടെ പിന്നെ സിനിമ നടനൊക്കെ ഉള്ളോ, അമ്മയുടെ ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്താ താങ്കൾ അതിലത്തെ പ്രശ്നങ്ങൾ തീർക്കാത്ത? പിന്നെ ഏതൊരു കുട്ടിയെ, ഒരു വിസ്മയ അറിഞ്ഞ കുട്ടിയുടെ അഭിപ്രായത്തിൽ കയറി വെടിയേക്കാൻ താങ്കളാരാ? ഇപ്പം എനിക്ക് എൻ്റേതായ അഭിപ്രായമുണ്ട്. ഭരണഘടന വിഭാവനം ചെയ്ത വ്യക്തി സ്വാതന്ത്ര്യം അതിൽ പെട്ടതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണിത്. സംസാരിക്കാനുള്ള ശേഷി അതിനെ അടിച്ചമർത്തരുത് മേജർ രവി. നിങ്ങൾ മ്ലേച്ഛനായി പോവുകയാണ്. നിങ്ങൾ വളരെ താണു പോവുകയാണ്. നിങ്ങളെ ഞാൻ ഒരു കല്യാണത്തിന് കണ്ട് പരിചയപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുത്ത ആളാണ്. പക്ഷേ വളരെ മോശകരാണ്, വളരെ മോശം. കാരണം നമ്മളെ പിന്നെ പട്ടാളക്കാരെ അടച്ചാക്ഷേപിക്കാനോ പട്ടാളക്കാരെ മോശപ്പെടുത്താനോ അല്ല. കാരണം ഞാൻ പട്ടാളക്കാരെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന, അപ്പോൾ എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് പറയണത്. നിങ്ങൾ പട്ടാളക്കാർക്ക് അപമാനം ഉണ്ടാക്കരുത്. കാരണം ഈ പട്ടാളക്കാരെ മക്കളുണ്ട് അവിടെ പോയി അവർക്ക് വേണ്ടി സംസാരിച്ച സച്ചിൻ ടെണ്ടുൽക്കർ ഒന്നും അറിയാതെ സംസാരിച്ചത്. മമ്മൂട്ടി ഇപ്പോൾ സംസാരിച്ചു. മമ്മൂട്ടീനെ പറ്റിയിട്ട് എനിക്ക് അഭിപ്രായമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും അയാൾ ഇടപെടേണ്ടതാണ്. മമ്മൂട്ടി ഇന്നലെ പ്രസ്താവന ഇറക്കി. അപ്പോൾ മമ്മൂട്ടി മോശക്കാരനും പാകിസ്ഥാനിയാണോ? അത് പാർവതി തിരുവോത്ത് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ പാർവതി മോശക്കാരിയാണോ? പാർവതി പാകിസ്ഥാനിയാണോ? അല്ലെങ്കിൽ ചൈനക്കാരിയാണോ? അല്ലെങ്കിൽ ബംഗ്ലാദേശിയാണോ? നിങ്ങളിപ്പോൾ അതാണല്ലോ പറയണേ. മോഡിക്കെതിരെ എന്ത് പ്രസ്താവന ഇറക്കിയാലും അവൻ ചൈനക്കാരനാണ്. ഇതുവരെയും പാകിസ്ഥാനിയാണോ, ഇപ്പം ബംഗ്ലാദേശിയാക്കി. അതായത് ചൈനക്കാരുടെ പൈസ വാങ്ങലായി. ഇപ്പം രഞ്ജിനി ഹരിദാസിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ രഞ്ജിനി ഹരിദാസ് നല്ല സ്റ്റേറ്റ്മെൻറ്റ് നൽകി. ആ രഞ്ജിനീനെ പിടിച്ചിട്ട് ഇപ്പം നിങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ട് പാകിസ്ഥാൻ്റെ പൈസയും വാങ്ങിയിട്ട് അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ പൈസയും വാങ്ങിയിട്ടാണ് സമരത്തിന് പോയത്. ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ? നിങ്ങളൊക്കെ ഏത് സോപ്പ് ഉപയോഗിച്ചിട്ടാണ് കുളിക്കണത്? നിങ്ങളെ ദേഹത്തല്ല പുറത്തല്ല അഴുക്ക്, നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലാണ് അഴുക്കാണത്. അതൊന്നും കഴുകിയാൽ പോവില്ല.